വന്നേക്കാവും. ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോമ്പും കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു. ഇനി പതിവ് പോലെ തന്നെയല്ലേ നമ്മുടെ ചായ വെക്കലും തുടങ്ങിയിട്ടാ. അപ്പോൾ ചായ റെഡി ആയപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കൂട്ടിയൊരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കുട്ടി നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ട് കേട്ടോ. അപ്പം നെയ്ച്ചോറ് വെക്കുന്നത് ഞാൻ ഇൻഡസ് വാലിൻ്റെ പാത്രത്തിലാണ്. അതാവുമ്പോൾ ഒരു 2 തളച്ചാണ്ട് പിന്നെ ഓഫാക്കിയിട്ടാൽ നമ്മുടെ നെയ്ച്ചോറ് റെഡിയാവും. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. പിന്നെ എന്നോട് ഇൻഡസ് വാലിൻ്റെ പാത്രങ്ങളെ പറ്റി ഞാനിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇതിനെ ഇൻഡസ് വാലിൻ്റെ കാസ്റ്റ് അയൺ പോട്ട് വാങ്ങിയിട്ട് ആകെ പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിന് കേട്ടോ. കാസ്റ്റ് അയൺ പോട്ടുകളാകുമ്പോഴേ അത് കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട്. അതിൻ്റെ സീസണിങ് ഒക്കെ ചെയ്ത് അതിൻ്റെ മട്ടത്തിന് കൊണ്ടെടുക്കണം. അപ്പോഴേ അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ അങ്ങനെയല്ല. ഞാൻ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു കടായും പിന്നെ ഒരു ഫ്രൈ പാനുമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് അടിപൊളിയാണ്. നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ് നമുക്ക് സാധാ പാത്രങ്ങൾ കേകി വെക്കും പോലെ കേകി വെക്കാം. വീണ്ടും ആവശ്യമാകുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഇതിന് പിന്നെ സീസണിങ് ചെയ്യേ എണ്ണ വരത്തി നമ്മൾ വെയിലത്ത് വെച്ച് അങ്ങനെയുള്ള ഒരു പണികളും ഇല്ല കേട്ടോ. പിന്നെ 3 ലെയർ കോട്ടിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് അടിയിൽ പിടിക്കുക അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് പക്ക പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ ചായയും കടിയൊക്കെ റെഡിയാക്കിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇന്നലെ ഇവിടെ നമ്മളെ പെരിയിൽ വാതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മുന്നിലൊരു വാതിലും പിന്നെ പുറകിലൊരു വാതിലും അങ്ങനെ ഇപ്പോൾ 2 വാതിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ജനലുകളൊന്നും ഇപ്പോൾ വെക്കണില്ല. ഒക്കെ നമുക്ക് സാവധാനം വെക്കാം. ഇപ്പോൾ അത്യാവശ്യങ്ങൾ മാത്രം ഇങ്ങനെ നടത്തി പോവുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ വെച്ച 2 വാതിൽ കേട്ടോ. ഇനിയിപ്പോൾ അത് പെയിൻ്റൊക്കെ അടിച്ചാൽ ഒന്നുകൂടി സുന്ദര കുട്ടപ്പന്മാരൊക്കെ ആവും. അപ്പം അങ്ങനെയൊക്കെയാണ് പുതിയ വാതിൽ വെച്ച വിശേഷങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ വാതിലൊക്കെ കാണിച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു മാങ്ങ ചാടി കിടക്കുന്നത് കണ്ടത് കേട്ടോ. ആകെ ചാടി നിലത്ത് ചാടി ചതഞ്ഞതാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മളെ മാവുമ്മലേ കുറച്ചധികം മാങ്ങകളൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ ഇടക്കും തലക്കൊക്കെ ഇങ്ങനെ ചാടി കൊയ്യണുണ്ട് കേട്ടോ. അപ്പോൾ ചാടി കൊയ്യണത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. അല്ലെങ്കിലും ഉണ്ടായത് മുഴുവൻ നമുക്ക് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. കുറച്ച് കിളികൾക്കും കുറച്ച് ഭൂമിക്കും ഒക്കെ കിട്ടട്ടെ എന്ന്. അപ്പോൾ അതാ ഇതേപോലെ ഇങ്ങനെ ചെറിയതാവുമ്പോൾ തന്നെ ഇങ്ങനെ വീഴുമ്പോൾ ഒരു സങ്കടമുണ്ട്. നമ്മളിങ്ങനെ വലിയതായി വന്ന് അതിങ്ങനെ കാണാനാണല്ലോ ആഗ്രഹിച്ചിരുന്നത്. അപ്പം ഇങ്ങനെ ചെറിയതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ ഒരു സങ്കടം, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് പ്രകൃതി രമണിയൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ ഡ്യൂട്ടിയിൽ കയറട്ടെ കേട്ടോ. ബാക്കി പണികളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ മഴയൊന്നുമില്ല കേട്ടോ. ഇന്നലെ ആണെങ്കിൽ രാവിലെ തൊട്ട് മഴയായിട്ട് ഇന്നലെ വീഡിയോ എടുക്കാനൊന്നൊരു മൂടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് പിന്നെ ചെറിയൊരു വെയിലിൻ്റെ നാർപ്പൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഉഷാറായിട്ട് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആക്കും വേണം. പിന്നെ ഞാൻ ഇന്നിപ്പോൾ അടുപ്പ് കത്തിച്ചെടുക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ട് അടുപ്പ് കത്തിച്ചിട്ട് നോമ്പ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ആകെ കുഴങ്ങി താറുമാറായതുകൊണ്ട് ഞാൻ പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് ബാക്കിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാം. കുറേ ദിവസം തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് തന്നെ അടുപ്പിന് കത്തി കിട്ടാൻ ഭയങ്കര ഒരു ഡിമാൻഡ് ആയിരുന്നു കേട്ടോ. ഞാനൊന്ന് കത്തി പിടിപ്പിച്ചൊന്ന് തിരിയുമ്പോഴത്തേന് വീണ്ടും കിടും, പിന്നെയും കത്തും, പിന്നെയും കത്തിച്ചും അങ്ങനെ കേട്ട് ഒന്ന് കത്തി പിടിച്ച് കിട്ടിയിട്ടുണ്ടായിനി കേട്ടോ.
അപ്പോൾ ഇന്നലെ രാവിലെയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് മുറ്റടിക്കലേ നടന്നിട്ടില്ല കേട്ടോ. അപ്പം ഇനി വേഗം മുറ്റൊക്കെ നടിച്ച് വൃത്തിയാക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ നമ്മളെ കലം അവിടെ കിടന്ന് പുകയുന്നുണ്ട്. അങ്ങനെ അവിടെ മുറ്റടിച്ചലൊക്കെ കംപ്ലീറ്റ് ആക്കി അകത്ത് കയറിയപ്പോഴാണ് അയൽവക്കക്കാർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മിഠായിയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആ മിഠായിയൊക്കെ കിട്ടിയ സമയത്ത് കറക്റ്റായിട്ട് സെനിമോൻ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയതൊക്കെ അവന് തപ്പി തെരഞ്ഞ് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓന് വേണ്ടത് കറക്റ്റായിട്ട് എടുത്തിട്ട് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നാന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ ബുക്ക് ഒരു ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിനി ഈ ബുക്ക് എവിടെ നിന്നാണ്, ഓൺലൈനാണോ വാങ്ങിച്ചത് എന്നൊക്കെ ഉള്ളത്. ഇതിങ്ങനെ ഒരു 3 വരുന്ന സ്റ്റോറി ബുക്കാണ് കേട്ടോ. അപ്പം നിയമങ്ങൾക്കൊക്കെ വായിച്ച് പഠിക്കാന്ന് വിചാരിച്ചിട്ട് ഇതാകുമ്പോൾ ഫോട്ടോയും ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് കട്ടിക്കാണ് കേട്ടോ ഇതിൻ്റെ പേജുകളൊക്കെ വരിക. അപ്പോൾ പെട്ടെന്ന് നാശമാകുന്ന പ്രശ്നമില്ല. ഇനിയിപ്പോൾ നിയമോളത് കഴിഞ്ഞിട്ട് നമ്മുടെ സെനിമോന് വായിക്കണമെങ്കിലും പാത്ത് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഈ ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടൊരു 2-3 മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ വീഡിയോയിൽ ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാം. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് തീരെ ആ ഒരു വായനൻ്റെ ടച്ചൊക്കെ വിട്ടുപോകാതെക്കാൻ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് നല്ല യൂസ്ഫുൾ ആയി. കാരണം ഇതിൻ്റെ ഒപ്പം പിക്ചറും ഉണ്ട്. അപ്പോൾ ചെറിയ സെൻറ്റൻസ് വല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വായിക്കാനും പിക്ചർ കാണാനും ഒക്കെ പറ്റും. പിന്നെ സിനിമോനിപ്പോൾ ഫോട്ടോ കാണലാണ് കേട്ടോ പണി. ഈ പൂച്ച മീനിന്റെ അവശിഷ്ടങ്ങൾ തിന്നാൻ വരുന്ന പൂച്ചകളാണ്. മീനിന്റെ തലകളും മീനിന്റെ ആ പൂച്ചയ്ക്ക് പകരം ഒരു പൂച്ചയും കൂടി ഞങ്ങൾ ഫിറ്റ് ചെയ്തുണ്ടാക്കി. ലെമ ഒരു പൂച്ചയും കൂടി ഫിറ്റ് ചെയ്തു. പൂച്ചയെ ഇതാ അങ്ങനെ എൻ്റെ തട്ടിട്ട് ഇവിടെ എത്തി പുളിച്ചിത്തരം കാട്ടി നടക്കുന്നുണ്ട് കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു മീനിൻ്റെ മണക്ക് വന്നതുകൊണ്ട് പൂച്ച വന്നിട്ടുണ്ടേനി. അപ്പോൾ അതിനെ നോക്കി നടക്കുകയാണ് ഓല്. അപ്പോൾ ഞാൻ മീനൊക്കെ നന്നാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ടേനി കേട്ടോ. നല്ല വെയിലാണ് ഈ ഉച്ച സമയത്ത്, നല്ല ഒരു വെയിൽ തന്നെയാണ്. അപ്പം ഇനി വേഗം അടുക്കളയിൽ ഞാൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനി കേട്ടോ. വെണ്ടയ്ക്കയും തക്കാളിയും മുളകിട്ട് കറി വെച്ചിട്ടേനി കേട്ടോ. പിന്നെ നമ്മുടെ മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. മീൻ കുറേ ആയി, നോമ്പിന് ഒരു പ്രാവശ്യമായിട്ട് വാങ്ങിയത് കേട്ടോ. പിന്നെ ഇതുവരെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മീൻ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ കാണിച്ചു തന്നില്ലേ കടായി, അതിൻ്റെ കൂടെയുള്ള ഫ്രൈ പാനാണ് കേട്ടോ ഇത്. ഇതും 3 ലെയർ കോട്ടിങ്ങാണ് കേട്ടോ. നല്ല കട്ടിങ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടി പിടിക്കണ ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ബുഷറ 12 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ് വാലിൻ്റെ ഏത് പാത്രങ്ങളും പിന്നെ 12% ഡിസ്കൗണ്ടിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം കേട്ടോ. ഈ പാത്രങ്ങൾ ഇതാവുമ്പോഴേ വലിയ മെയിൻ്റനൻസും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇതാ ഇവിടെ ഒരുത്തൻ എൻ്റെ കണ്ണ് തെറ്റിയ മാങ്ങ പറിക്കാണ് കേട്ടോ പണി. മാങ്ങ അവന് പറിക്കാനൊന്നും കിട്ടൂല. പക്ഷെ ഇതേപോലെ വടി കൊണ്ടൊക്കെ ഒന്ന് തല്ലിയൊക്കെ നോക്കും. അതിങ്ങനെ ഒന്ന് ആടി ഒലഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പം ഇനി ഒന്ന് ട്രാക്കിലായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.